ഹലോ ഫ്രണ്ട്സ്, ടെക്നോക്രാറ്റിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നത് പുതിയ വീഡിയോ ആയിട്ടൊന്നല്ല, പഴയതൊക്കെ ആയിട്ടൊക്കെ തന്നെയാണ് വന്നത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ കോക്കനട്ട് ബോൺസായി ആണിത്. ഇതിന്മേൽ പുതിയ പട്ടയൊക്കെ ഉണ്ടായിട്ടുണ്ട്, നല്ല രീതിയിലുണ്ടായി വരുന്നുണ്ട്. പുതിയ പട്ടയൊക്കെ മുളച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അടി വെച്ചിരുന്ന പായലൊക്കെ നല്ല ഉഷാറായിട്ട് അവിടെ പിടിച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇട്ടിരുന്നു, കോക്കനട്ട് ബോൺസായി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ഇത് എത്ര മാസം കൊണ്ടാണ് ഇതുപോലെ ആയതെന്നും അതിൻ്റെ വ്യക്തമായ വീഡിയോ ഞാനിതിലിട്ടിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇടുന്നുണ്ട്, അതൊന്ന് പോയി കാണുക. അതുപോലെ തന്നെ നമ്മളുണ്ടാക്കിയ ഒരു ചെടിച്ചട്ടിയാണിത്. ഒരു ഹാർട്ട് ഷേപ്പിൽ ഒരു ചുമരുമലൊക്കെ ഫിറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ രൂപത്തിലുള്ള വളരെ ഭംഗിയുള്ള ഒരു ചെടിച്ചട്ടിയാണ്. അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്നതിനെ കുറിച്ചുള്ള വീഡിയോയും വിശദമായിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർക്കും അതിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. ഇത് ഞാൻ 2-3 ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളെ മതിൽമേൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഫിറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് തെർമാക്കോളും അതുപോലെ തന്നെ സിമെൻറ്റും ഒക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കിയ ചെടിച്ചട്ടിയാണ്. വളരെ ഭംഗിയായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കിയതെന്ന് അറിയണമെങ്കിൽ നമ്മുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇടുന്നുണ്ട്, അവിടെ ഒന്ന് പോയിട്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അതൊന്ന് കാണുക. അതുപോലെ തന്നെ ഇത് നമ്മുടെ ചൂടിക്കയറും സിമെൻറ്റും ഉപയോഗിച്ച് ഉണ്ടാക്കിയ ചെടിച്ചട്ടിയാണ്. അപ്പം ഇതും എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്നതിനെ കുറിച്ചുള്ള വീഡിയോയും നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പം അതൊക്കെ നിങ്ങൾ കാണാത്തവരേതെങ്കിലും വീഡിയോ നിങ്ങൾ കാണാത്തതുണ്ടെങ്കിൽ ആ വീഡിയോ ഒക്കെ ഒന്ന് വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയ ഒരു ചെടിച്ചട്ടിയാണ്, സിമെൻറ്റ് കൊണ്ടുണ്ടാക്കിയ ചെടിച്ചട്ടിയാണ് ഇത്. നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ചെടിച്ചട്ടിയാണ്. കോട്ടൺ ശീലക്കഷ്ണങ്ങളൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കിയ ഒരു ചെടിച്ചട്ടിയാണിത്. നമ്മൾ ഒഴിവാക്കി കളയുന്ന കോട്ടൺ ശീല കഷ്ണങ്ങളൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കിയ ചെടിച്ചട്ടിയാണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ഓട് ഉപയോഗിച്ചുണ്ടാക്കിയ ചെടിച്ചട്ടി. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, അതൊക്കെ ഒന്ന് പോയി കാണുക. അപ്പം മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഈ ഭാഗത്തേക്കൊന്ന് പോകുന്നതാണ്. പിന്നെ നമ്മളിതാ ലക്കി ബാമ്പു ആണിത്. ലക്കി ബാമ്പു ഹാർട്ട് ഷേപ്പിലാക്കിയെടുത്തതാണ്. ലക്കി ബാമ്പു നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഏത് ഷേപ്പിലും ആക്കിയെടുക്കാം. അതെങ്ങനെ എന്നതുള്ള വീഡിയോ ഞാൻ ഇട്ടിരുന്നു. അതിൽ ലക്കി ബാമ്പു ഇവിടെ തന്നെ ഉണ്ടായ ലക്കി ബാമ്പു ആണ്. അത് അവിടെ വെച്ച് തന്നെ ഒരു ഹാർട്ട് ഷേപ്പിലാക്കി ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. വളരെ ഭംഗിയായി നല്ല രീതിയിൽ ഹാർട്ട് ഷേപ്പിലാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതുപോലെ ആക്കിയെടുത്തത് എന്നതിനുള്ള വിശദമായിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ഇതിൽ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയിട്ട് അതിൻ്റെ ലിങ്കും അവിടെ കൊടുക്കുന്നുണ്ട്. അതിൽ തൊട്ടിട്ട് ആ ലിങ്കിൽ തൊട്ട് അതൊന്ന് കണ്ടു പോരുക. അതുപോലെ തന്നെ അതിൻ്റെ നടുക്കൊരു ചെറിയൊരു മിനി ഗ്രാസ് ബോൾ വെച്ചിട്ടുണ്ട്. അതെങ്ങനെ ഉണ്ടാക്കിയതെന്ന് ആർക്കെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കമൻറ്റ് ബോക്സിൽ. അത് ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല, നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മാത്രമേ ഇടുള്ളൂ. അപ്പം പിന്നീട് നല്ല മഴയാണ് കേട്ടോ. നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്നറിയില്ല, എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ അറിയില്ല, നല്ല മഴയാണ്. ഇത് നമ്മളെ പഴയ വീടിൻ്റെ ഒരു ഭാഗമായിരുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ നല്ല മഴയാണ്, പുറത്ത് നല്ല മഴയാണ്. നല്ല മഴ എന്ന നല്ല ശക്തമായ മഴയാണ്. നിങ്ങൾക്ക് കാണാൻ വളരെ ഇപ്പം നമ്മുടെ മഴത്ത് നമ്മുടെ മുറ്റം കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. മഴയായിട്ട് പെയ്ത് ഇതൊക്കെ പോയപ്പോഴേ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, നിങ്ങൾ എൻ്റെ വോയിസ് ക്ലിയർ ആണോ എന്നറിയില്ല, നല്ല മഴയാണ്. അപ്പം എൻ്റെ വോയിസ് ക്ലിയർ ആണോ എന്നറിയില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, നമ്മുടെ ഒരു ഭാഗം നമ്മുടെ പഴയ വീടിൻ്റെ ഒരു ചുമരാണ്. അപ്പം ആ ചുമരിൻ്റെ ആ ഭാഗത്താണ് നമ്മുടെ അക്വേറിയം, നമ്മുടെ വാട്ടർഫാൾസൊക്കെ ഈ ഭാഗത്താണ് ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും. അതിപ്പോൾ നമ്മൾ ബ്ലാക്ക് കളറൊക്കെ അടിച്ചിട്ടുണ്ട് ആ ചുമര്. അതുപോലെ തന്നെ അവിടെ കുറച്ച് കുപ്പികളൊക്കെ വെച്ചിട്ട് അതിൽ കുറച്ച് പ്ലാന്റൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ നമ്മൾ അക്വേറിയത്തിൻ്റെ കളറൊക്കെ ആകെ പോയിരുന്നു. അപ്പം അതൊന്ന് കളറൊക്കെ കൊടുത്ത് മീനിനെ ഇപ്പോൾ താൽക്കാലികമായിട്ട് ഇതിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ കളറൊക്കെ കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ പാറക്കെട്ടും ഇവിടെ ചെറിയൊരു അരുവിയും അതുപോലെ വാട്ടർഫാൾസും ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കിയതിനെ കുറിച്ചുള്ള ഒക്കെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവർ ആ വീഡിയോ ഒക്കെ ഒന്ന് പോയിട്ട് വാച്ച് ചെയ്യുക. അതിൻ്റെയൊക്കെ ലിങ്ക്
ഇന്ന് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. ഏതൊക്കെ വീഡിയോ ഇട്ടോ എല്ലാത്തിൻ്റെ ലിങ്കും ഇന്ന് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും വീഡിയോ കാണാത്തതുണ്ടെങ്കിലൊക്കെ ഒന്ന് പോയി കാണുക. പിന്നെ ഞാനൊരു സങ്കടമായൊരു കാര്യം പറയാനുള്ളതാണ്. ഇത് നിങ്ങൾ കണ്ടില്ലേ, നല്ല രീതിയിൽ ഉണ്ടാക്കിയിരുന്ന ടയർമ നമ്മൾ ടർട്ടിൽ വൈന് വച്ചിരുന്നതാണ്. ഇതിപ്പം കോഴി കാട്ടിയതാണ്. നമ്മളെ അയലക്കത്തുള്ള കോഴി ചെയ്ത പണിയാണിത്. നമ്മുടെ വീട്ടിലെ കോഴിയാണെങ്കിൽ പിടിച്ചറക്കുകയും ചെയ്യായിരുന്നു. ഇതിപ്പോൾ അത് പറ്റൂലല്ലോ. അപ്പം എന്താ ചെയ്യുക, എന്താ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ഇനി ഒരു കോഴി നമ്മുടെ ചെടി നാശാക്കാനായിട്ട് അയലക്കാരായിട്ട് കച്ചവടാൻ പറ്റില്ലല്ലോ. പിന്നെ കോഴിയല്ലേ, അതിനെ പിടിച്ച് വെക്കാനോ അതിനെ പിടിച്ച് കെട്ടിയിടാനോ കഴിയൂല. അപ്പോൾ നമുക്ക് പോയി. പക്ഷേ സങ്കടമുണ്ട്. കാരണം എന്താ വെച്ചാൽ അത്രയും ഇതിൽ നമ്മൾ നോക്കിക്കൊണ്ട് ഉണ്ടാക്കി വന്നതാണ്. നിങ്ങൾക്ക് അതിൻ്റെ അടുത്ത് ഞാൻ ഫോട്ടോ വെച്ചിട്ടുണ്ടാവും. അത് കണ്ടാൽ അറിയാം എത്രത്തോളം അത് നല്ല ഗ്രോത്തിലുണ്ടായിട്ടുണ്ടായിരുന്നു എന്ന്. ഇത് വല്ലാതെ ടർട്ടിൽ വൈനാണ് അധികമായിട്ടും ഈ കോഴികൾ ആകെ എവിടെ വെച്ചാലും അത് കൊത്തിയാകെ നാസാക്കുകയാണ്. ഞാനൊരു ഭാഗത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു ഭാഗത്ത് ഞാൻ വല കെട്ടിക്കുകയാണ് ഈ കോഴിൻ്റെ ശല്യം കൊണ്ട്. വല കെട്ടി വെച്ചിക്കണം. പക്ഷേ അതൊക്കെ എത്ര കാലം നമ്മൾ വല കെട്ടിയേക്കും. നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഈ ഭാഗത്ത് കണ്ടില്ല നിങ്ങൾ, ഇവിടെ ഞാൻ വല കെട്ടിയാണ്ടാണ് വെച്ചത്. പക്ഷേ ഇതെത്ര കാലം ഇതിങ്ങനെ വല കെട്ടിയേക്കൊന്നും പറയാൻ പറ്റില്ല, ഇപ്പം ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ടർട്ടിൽ വൈനുമേൽ ഒരു ചെറിയൊരു കുരുവി കൂട് കൂട്ടിയിട്ടുണ്ട്. ഒരു വെറൈറ്റി കുരുവിയാണ്, നമ്മൾ സാധാ നാടൻ കുരുവിയല്ല. അപ്പോൾ ആളിതിൻ്റെ ഉള്ളിൽ ഇപ്പം ഉണ്ട്. ഞാൻ ഇപ്പോൾ ഈ പ്ലാന്റ് വല്ലതും നനക്കാറ് പോലുമില്ല, അതിൻ്റെ ശല്യപ്പെടുത്തേണ്ടതെന്ന് കരുതിയിട്ട് ഞാനത് അതിൽ കുരുവില്ലാത്ത സമയത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് ക്യാമറ കൊണ്ടുപോയപ്പം കണ്ട കാഴ്ചയാണ് 5 മുട്ട ഉണ്ടായില്ല, ചെറിയ 5 മുട്ടകൾ. അപ്പം ഞാനിപ്പോൾ അധികം എല്ലാവരും ശല്യപ്പെടുത്താറില്ല. അവർ വിരിഞ്ഞ് പോകുമ്പോൾ പോട്ടെ കരുതി നിൽക്കുകയാണ്. പക്ഷെ ഞാൻ വീഡിയോ എടുക്കാറുണ്ട് കേട്ടോ. അത് വരുന്നതും അതിലേക്ക് പോകുന്നതും അതിലേ നാര് കൊണ്ടു വെക്കുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഇതുപോലെയൊക്കെ അവർ നോക്കിയിട്ടുണ്ട് ഉണ്ടാക്കാൻ. ഇതുപോലെ ആകെ പൊത്താക്കി ഞാൻ എന്നിട്ട് അടിഭാഗം കെട്ടി വെച്ചിട്ട് അതിങ്ങനെ നാര് അതിൻ്റെ ഉള്ളിൽ കൊണ്ട് ഇങ്ങനെ വെക്കലുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാത്തുമ്പോഴും ഒരു 1-2 ജോഡി ഭാഗത്തായി അത് കുരുവികളുണ്ട്. അതൊക്കെ നമ്മുടെ എല്ലാ ടർട്ടിൽ വൈനുമേലും അവർ വന്ന് നോക്കുന്നുണ്ട്. അവർ നോക്കട്ടെ, അവർക്ക് അതൊരു ഉപകാരപ്രദമായ സ്ഥലമാവുകയാണെങ്കിൽ ആവട്ടെ എന്ന് കരുതി അവർക്ക് മുട്ടടാനും ആരും ശല്യമില്ലാതെ. നമ്മളേതായാലും അതിനെ ശല്യപ്പെടുത്താൻ പോകുന്നില്ല. അപ്പോൾ നമ്മുടെ പുല്ലൊക്കെ ഒന്ന് വെട്ടിയിട്ടുണ്ട്, ഒരാഴ്ചയായി വെട്ടിയിട്ട്. അപ്പോൾ അതിന് സംബന്ധമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ അടുത്ത ഞായറാഴ്ച ഇടുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഏത് സമയത്താണ് ഈ വളർത്തു പുല്ല് വെട്ടേണ്ടതെന്നും വെട്ടിയിട്ട് അതിന് എന്തൊക്കെ വളമാണ് ഇട്ട് കൊടുക്കേണ്ടതെന്നും എന്താണ് ഇട്ട് കൊടുക്കാൻ പാടില്ലാത്തതെന്നും അത് എപ്പോഴാണ് വെട്ടേണ്ടതെന്നും അതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു വിശദമായിട്ടുള്ളൊരു വീഡിയോ അടുത്ത ഞായറാഴ്ച വൈകുന്നേരം 7 മണിക്ക് വരും ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 7 മണിക്കാണ് നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 7 മണിക്ക് ടെക്നോക്രാറ്റിക്കിൻ്റെ ഒരു വീഡിയോ നിങ്ങൾ പ്രതീക്ഷിക്കണം. അത് നിങ്ങൾ കാണണം. നിങ്ങളുടെ സപ്പോർട്ട് എനിക്കെന്തായാലും വേണം. അതുപോലെ തന്നെ നമ്മൾ ഗാർഡൻ സംബന്ധമായ വീഡിയോ മാത്രമല്ല ഇടാറുള്ളത്, അല്ലാത്ത ഒരുപാട് ഉപകാരപ്രദമായ വീഡിയോ ഇടാറുണ്ട്. എല്ലാ വീഡിയോയും നിങ്ങൾ കാണുക. പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോക്ക് താഴെ കമൻറ്റായി എഴുതി അറിയിക്കുക. നിങ്ങൾക്ക് എന്താണോ ഒരു വീഡിയോ കണ്ടിട്ട് ആ വീഡിയോയിൽ നിങ്ങളുടെ എന്ത് അഭിപ്രായമാണോ അത് മാത്രം നിങ്ങൾ എഴുതി അറിയിക്കുക. അല്ലാതെ വെരി നൈസ് സൂപ്പർ എന്ന് എന്നെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു കമൻറ്റ് കിട്ടിയോട്ടെ എന്ന് കരുതിയിട്ട് എഴുതി വിടുകയല്ല എനിക്ക് വേണ്ടത്. നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് മാത്രം എഴുതി വിടുക. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഒരു വീഡിയോ എടുക്കുമ്പോൾ അതിലെന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും അതും എഴുതി വിടുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.